ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ലേ? പാലമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. എന്നാൽ ഒരേ സമയം വാഹനങ്ങൾക്ക് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ കടക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പറവൂർ ചേന്ദമംഗലം പഞ്ചായത്ത് പരിധിയിലെ തൃശൂർ എറണാകുളം ജില്ലയെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം ദീർഘവീക്ഷണമില്ലാതെ നിർമ്മാണം നടത്തിയിരിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പാലത്തിന് വീതിയില്ലാത്തതാണ് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. കുറഞ്ഞതൊരു 10-12 ആക്സിഡൻസ് എങ്കിലും ഒരു മാസം ഇതിലെ പ്രത്യേകിച്ച് 2 വീലേഴ്സ് നടക്കുന്ന ഒരു ഏരിയ ആണ്. വലിയ ട്രാഫിക്, വലിയ വണ്ടികൾ, സ്കൂൾ ബസ്സുകൾ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനാണ്. ഈ പറയുന്ന സ്കൂൾ ബസ്സുകൾ പോകുന്നൊരു മേഖലയാണ്. കൊച്ചു കുട്ടികളെ കൊണ്ട് നഴ്സറിയിലെ ഡേ കെയറിൽ വന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്ന ബസ്സുകൾ പോകുന്ന ഒരു ഏരിയ. അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ സാധനം എല്ലാം ചെയ്യേണ്ടത്. 2006 പണി പൂർത്തീകരിച്ച പറവൂർ ചേന്ദമംഗലം പഞ്ചായത്ത് പരിധിയിലെ വലിയ പഴമ്പിള്ളിത്തുരുത്ത് ബ്രിഡ്ജാണ് വീതി കുറവായതിനാൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. തൃശൂർ എറണാകുളം ജില്ലയെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് ദിവസേന അനുഭവപ്പെടുന്നത്. തൃശ്ശൂരിൽ എറണാകുളത്തേക്ക് ഒരു ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രധാന പാതയാണ് ഇപ്പൊ ഇത്. അതുകൊണ്ട് തന്നെ ഈ പാലത്തിന് വളരെ വീതി കുറവായതുകൊണ്ട് തന്നെ വളരെയധികം ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. വൈകിട്ടായാലും അത് കൂടുതലാവും. ഒരു ആസൂത്രണം ഇല്ലാതെ ആണ് ഇതിന്റെ നിർമ്മിതി. 2006 ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ മുൻകൂട്ടി കാണാൻ അതൊക്കെ കഴിഞ്ഞില്ല. ഇത് ഒരു ഫോർവേഡ് തോട്ട് ഇല്ലാതെ തന്നെ ഈ വീതി കുറഞ്ഞു കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇത് പാലം എന്ന് നമുക്ക് പറയാൻ പറ്റൂ. തെങ്ങെടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ വീതി നമുക്ക് കിട്ടുന്ന സ്ഥലമാണ്. ഒരേ സമയം ഇരുവശത്തു നിന്നും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കാത്തതിനാൽ ജനങ്ങൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. വീതിയില്ലാത്തതുമൂലം നിരവധി ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. ഞങ്ങൾ തന്നെ 3-4 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്താലേ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമായിട്ട് പോകണം. അത് നടക്കുന്നില്ല. ഒരു പാലത്തിന് കൊടുക്കേണ്ട മിനിമം വിഡ്ത്ത് ഉണ്ട്. ആ വിഡ്ത്ത് കൊടുക്കാതെ പണിയത് തന്നെയാണ്. ആ മിനിമം വിഡ്ത്ത് കൊടുത്താൽ മതി. ഓരോ പാലം നമ്മൾ കമ്പയർ ചെയ്യണ്ട. 2 വെഹിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ, 2 ലോറികൾ പോകണമെങ്കിൽ മിനിമം നമുക്കൊരു 5.5 to 6 മീറ്റേഴ്സ് മിനിമം നമുക്കൊരു വിഡ്ത്ത് വേണം. അധികൃതരുടെ ദീർഘവീക്ഷണമില്ലാതെയുള്ള നിർമ്മാണമാണ് ഇത്തരം സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇവര് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാതെ ഈ ഒരു അക്വസിഷൻ നടക്കുന്ന സമയത്തായിക്കോട്ടെ, ഒരു ലാൻഡ് അക്വസിഷൻ നടത്തുന്ന സമയത്തായിക്കോട്ടെ, ഒരു അപ്രോച്ച് റോഡിന്റെ കൺസൾട്ട്, ഇതൊക്കെ ചെയ്യാൻ അറിയാത്ത ആൾക്കാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന എല്ലാം അറിയാം. പക്ഷെ അവരാരും സ്വാർത്ഥ താല്പര്യങ്ങളുടെ വണ്ടിക്ക് തന്നെ ചെയ്യുന്ന രീതി നമ്മൾ പൊതുജനം കരുതലല്ലേ. നമ്മളെല്ലാം കണ്ടിട്ട് നമ്മളതിനെ വണ്ടി കൂടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത അവരുടെ കാര്യം. വീതി കൂട്ടി പണിയാന്നാണ് എല്ലാവരുടെ ആവശ്യം. അല്ലാതെ വേറൊരു നിവൃത്തിയില്ല ഇതിനു മുമ്പിൽ. ന്യൂസ് ബ്യൂറോ, പറവൂർ. കാൽനൂറ്റാണ്ടിന്റെ പൊൻതിളക്കത്തോടെ പറവൂർ വൈപ്പിൻകരയുടെ സ്വന്തം കവിതാ ജ്വല്ലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ. കവിതാ ജ്വല്ലറി, ചെറായി, ഒരു ദേശത്തിന്റെ സുവർണ പാരമ്പര്യം.